നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആലു കുൽച്ച ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും, ഡിന്നറിനും പറ്റും. നമുക്ക് എപ്പോഴാണ് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അപ്പോഴുണ്ടാക്കി കഴിക്കാം. കാര്യം അധികം പണിയൊന്നും ഇല്ലാത്തൊരു പണിയാണിത്. ഹലോ, വെൽക്കം ടു അജയ് കിച്ചൻ. ഇന്ന് ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റെന്നോ ഡിന്നറിനോ ഒക്കെ പറയാം. ഒരു നോർത്ത് ഇന്ത്യൻ ഡിഷാണേ. ഇത് പേരാണ് കുൽച്ച. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ആലു കുൽച്ച കിഴങ്ങുണ്ട്. അതിന് വേണ്ടിയിട്ട് 2.5 കപ്പ് നാണ്ട് ഈ കപ്പ് ഇതിനകത്ത് തൈരെടുത്ത് വെച്ചേക്കാണ്. 2.5 കപ്പ് മൈദ മാവിട്ട് വെച്ചിട്ടുണ്ടേ. ഇതിനകത്ത് മൈദാവിടെ ഇരിക്കട്ടെ. ഇതിന് വേണ്ടി ഒരു 4 ടേബിൾ സ്പൂൺ തൈരെടുത്ത് വെച്ചിട്ടുണ്ട്. പുളി കുറവുള്ള തൈരാണ്. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിനകത്ത് ഒരു ടീസ്പൂൺ പഞ്ചസാര, ഈ കുൽച്ചയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് അതിട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തേ. റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു. വേണ്ട നമ്മൾ തൈരില്ലേ, ഇതിനകത്ത് ഈ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യേ. ഇത് ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഇനി ഇതിലോട്ട് ഇളം ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ചപ്പാത്തിയുടെക്കാളും കുറച്ചുകൂടെ ഒന്ന് ലൂസായിരിക്കണേ. നമ്മുടെ മാവ് നല്ലതുപോലെ കുഴച്ച് ഇനി ഇത് ശർക്കര എണ്ണ കയ്യിലൊന്നും ഇത് തോനെ എണ്ണ ഇങ്ങനെ ഒഴിക്കില്ലേ, 2 ടീസ്പൂണേ ഒഴിക്കാവുള്ളൂ. നമുക്ക് ഇതിൻ്റെ അകത്ത് വെക്കേണ്ട ആലു കിഴങ്ങിൻ്റെ മിക്സ് റെഡിയാക്കേ. ആ സമയം ഇതിവിടെ ഇരിക്കട്ടെ. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് കിഴങ്ങ് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം കിഴങ്ങുണ്ട്. ഇത് ചെറുതും വലുതുമായിട്ടൊക്കെ ഉള്ളതാണ്. ഇതിനകത്ത് ഒരെണ്ണം ഞാൻ മാറ്റുവാണ്. കാര്യം ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് തൈര് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ. ഒരെണ്ണം മാറ്റി. ഇനി ഇതൊന്ന് പൊടിക്കാം. ഇത് പുഴുങ്ങി വെച്ചേക്കുന്ന കിഴങ്ങാണ്. ഇനി ഇതിനകത്ത് ഒരിടത്തരം സവാള കൊത്തി അരിഞ്ഞത് അതിട്ട് കൊടുക്കാം. ഇതിനകത്ത് 1 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്തേ അതിട്ട് കൊടുത്ത്, പിന്നെ ഒരു 3 പച്ചമുളക് അരിഞ്ഞതേ അതും കൂടി ഇട്ട് കൊടുത്ത്, പിന്നെ ഇതിന് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്ത്, ഇതിനകത്ത് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത്,
ഇതിലോട്ട് ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല, അല്ല ചിക്കൻ മസാല, പിന്നെ ഈ കിഴങ്ങിൻ്റെ കൂട്ടിനാവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തേ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ മല്ലിയില കുറേയും കൂടെ ഇടാം. കിഴങ്ങിൻ്റെ കട്ടയൊന്നും കാണരുത്. അപ്പോൾ ഇത് എല്ലാം റെഡിയായി ഇത് പിടിച്ചിരിക്കട്ടെ. ഇനി നമുക്ക് മാവ് ഇങ്ങോട്ട് എടുക്കാം. നമുക്ക് നമ്മുടെ കുൽച്ചയുടെ മിക്സ് ഫില്ല് ചെയ്യാനില്ലേ അതിവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ടേ. മാവെടുക്കാം. ഓക്കെ, മാവ് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ ഉരുളകളായിട്ട് എടുക്കാം. ഓക്കെ, ഇത് നമുക്ക് റെഡിയാക്കാം. നമുക്ക് ഈ ഉരുട്ടി വെച്ചേക്കുന്ന ഈ മാവിൽ നിന്ന് ഉരുട്ടി വെച്ചേക്കുന്ന ഈ മാവില്ലേ നമുക്കൊന്ന് ഇത് വയ്ക്കാം. ഞാൻ ആദ്യമേ ഇതൊന്ന് മാറ്റട്ടെ. സ്ഥലം ഈ സൈഡ് നല്ല ഇച്ചിരി ഒന്ന് കനം കുറച്ചൊന്ന് എടുക്കണേ. നടുക്ക് കുഴപ്പമില്ല. ഇതിൽ നിന്ന് കുറച്ച് കിഴങ്ങിൻ്റെ കൂട്ട് ഇങ്ങോട്ട് വെക്കാം. ഇത് കുറച്ച് മാവിട്ട് കൊടുക്കാം. ഒന്ന് പരത്തേ. അധികം അങ്ങ് ലോലമായിട്ട് പരത്തരുത്. മതിയേ. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് എള്ളിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില, ഇതെല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഈ കുൽച്ച ഇങ്ങോട്ടെടുത്ത് വെക്കാം. ഞാൻ ഗ്യാസ് നല്ല ചൂടാവട്ടെ. നമ്മുടെ ഈ ചൂടായ തവയിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. അതിനകത്തോട്ട് നമ്മുടെ ഈ കുൽച്ച എടുത്ത് വെക്കേ. എന്നിട്ടിതൊന്ന് കവർ ചെയ്യാം. ഇതൊന്ന് ഈ ഹോളൊന്ന് അടച്ചു കൊടുക്കണേ. മീഡിയം ഹൈ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് വേവണേ. ഈ വെള്ളം മൊത്തം വറ്റി വരും. അത് റെഡിയാവട്ടെ. നമുക്ക് അടുത്ത മാവ് റെഡിയാക്കേ. നമുക്ക് ഇതിന് മാവ് എടുക്കാം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കേ. ഇതിനകത്തുനിന്ന് ഈ കൂട്ടിനകത്തോട്ട് വെച്ച് കൊടുക്കാം. മാവ് തൂവി കൊടുക്കാം. ഇതിനകത്ത് വീണ്ടും അതുപോലെ തന്നെ കുറച്ച് എള്ളിട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നമ്മുടെ കുൽച്ച നോക്കാം. ഓക്കെ, നമ്മുടെ കുൽച്ച നോക്കാം. ഉണ്ടാവും. വെച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് കുറച്ച് എണ്ണ നിങ്ങൾക്ക് ബട്ടർ ആവശ്യം മീഡിയം ലോയും ഫ്ലെയിം വെച്ച് കൊടുക്കണേ. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്ന റിഫൈൻഡ് ഓയിലാണേ.
നമുക്ക് ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഡിന്നറാണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഡിന്നറാക്കി എടുത്തിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഇതിനകത്ത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഇതുപോലെ തന്നെ അടുത്തൊന്ന് റെഡിയാക്കി എടുക്കേ. നമ്മുടെ വെള്ളം നല്ല തിളച്ചിട്ടുണ്ടേ. നമ്മൾ ഇപ്പം പരത്തി വെച്ചേക്കുന്നില്ലേ, ആ കുച്ചേക്ക് ഇട്ട് കൊടുക്കേ. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. രണ്ടാമത്തെ ഇതുപോലെ തന്നെ വേവട്ടെ. ഈ സമയം കൊണ്ട് അടുത്ത ഇതുപോലെ തന്നെ ആദ്യം ചെയ്ത കണക്ക് തന്നെ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൈഡിൽ ഇച്ചിരി ഫ്ലെയിം തീ കുറച്ചിട്ട് കൊടുക്കാം. അല്ലേ ആദ്യം നമ്മൾ കുളിച്ച ഇട്ട് കൊടുക്കുമ്പം ആദ്യം ഫ്ലെയിം ഹൈയും മീഡിയം ആയിട്ടിരിക്കണേ. പിന്നെ എടുത്തത് തുറന്നു കഴിഞ്ഞ് റെഡിയായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ എടുക്കത്തില്ല, അപ്പോൾ മീഡിയവും ലോയും ആയിരിക്കണേ. സിമ്മിലും ആയിരിക്കണം ഫ്ലെയിം എപ്പോഴും. രണ്ടാമത്തെ കുച്ചയും റെഡി. ഇനി അത് ഇതുപോലെ ബാക്കിയും കൂടെ ഞാൻ റെഡി ആക്കിയിട്ടെ. ഇനി കവർ ചെയ്ത് കൊടുക്കാം. ഇത് റെഡി ആവട്ടെ. ഓക്കെ, ഇത് നമ്മുടെ ലാസ്റ്റ് കുച്ചയാണേ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുളിച്ച് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെയ്ത് കൊടുക്കാം. നല്ല പൊള്ളിച്ച് വന്നിട്ട് നോക്കാം. ഇനി ഇതിലോട്ട് ആദ്യം ചെയ്ത കണക്ക് തന്നെ ഒരു ടീസ്പൂൺ 3/4 ടീസ്പൂണോളം, 1 ടീസ്പൂൺ തന്നെ വേണ്ടേ, ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ചുറ്റിനും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഇത് കറിയൊന്നും ഇല്ലാതെയും കഴിക്കാം. പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാം, കടലക്കറി ഉണ്ടാക്കാം, പിന്നെ കിഴങ്ങ് തന്നെ കറി ഉണ്ടാക്കാം. അങ്ങനെ പല കറി നമുക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റേ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന തൈര് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തൈര് കൂട്ടാൻ ഉണ്ടാക്കാൻ പറ്റേ. ഇനി നമുക്കത് റെഡിയാക്കേ. തീ സിമ്മിലിട്ടിട്ടുണ്ട്. നമുക്ക് തൈര് റെഡിയാക്കേ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് 1/2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഞാനൊരു കിഴങ്ങ് മാറ്റിയില്ലേ, ആ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്ത് ഇങ്ങോട്ടിട്ട് കൊടുക്കേ. ഇതിനകത്ത് 2 പച്ചമുളക് അരിഞ്ഞതിട്ട് കൊടുത്ത്, ഇടത്തര ഒരല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്ത്, 1/4 ടീസ്പൂൺ ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തേ. ഇനി ഇതിനകത്ത് കുറച്ച് മല്ലിയില,
ഇനി ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് ഈ തൈരിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കേ. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റാണിത്. ഞാനിതേ ഈ ബൗളിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലോട്ട് വെക്കാം. കാര്യം ഇവരെല്ലാം കൂടെ എടുത്ത് വഴണ്ട് കൂടിയിരിക്കുന്നു. ഞാനൊന്ന് മാറ്റട്ടെ. ഒരുമാതിരി തോന്നുന്നു. വേറൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഒരു ഭംഗി ഇങ്ങോട്ട് മാറ്റാം. നമ്മൾ കുൽച്ചയും കൂടെ എടുത്ത് വെക്കാം. ഓക്കെ ഓക്കെ നമ്മുടെ കുൽച്ച ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. കുൽച്ചയും അതിൻ്റെ കൂടെ നമ്മുടെ തൈരും നല്ല സൂപ്പർ ടേസ്റ്റ്. നല്ല സോഫ്റ്റായത്. നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല നല്ല സോഫ്റ്റായിട്ടത് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റുമാണ്. സത്യം പറയാൻ ഇതിന് കറിയൊന്നും വേണ്ട, എന്നാലും നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. ഒരു കാര്യം, അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ടേ. ഓക്കെ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആലു കുൽച്ച ബ്രേക്ക്ഫാസ്റ്റിനും പറ്റും, ഡിന്നറിനും പറ്റും. നമുക്ക് എപ്പോഴാണ് കഴിക്കാൻ ആഗ്രഹം തോന്നുന്നത് അപ്പോഴുണ്ടാക്കി കഴിക്കാം. കാര്യം അധികം ടേസ്റ്റ് പണിയൊന്നും ഇല്ലാത്തൊരു പണിയാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം.